നിയമവകുപ്പിന്റെ അംഗീകാരത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാക്കിയ റിയൽ എസ്റ്റേറ്റ് ചട്ടത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഇങ്ങനെയാണ്. ബിൽഡറും ഏജന്റും റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ അതോറിറ്റിയിൽ നിന്ന് രജിസ്ട്രേഷൻ എടുക്കുകയും പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും വേണം. ഫ്ളാറ്റിന് നിർമ്മാതാവ് സ്ക്വയർ മീറ്ററിന് 25 രൂപ തോതിൽ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. വാണിജ്യ ആവശ്യത്തിനുള്ളതെങ്കിൽ സ്ക്വയർ മീറ്ററിന് 100 രൂപയാണ് ഫീസ്. റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർക്ക് രജിസ്ട്രേഷൻ നിർബന്ധം. 25,000 രൂപയാണ് ഫീസ്. കമ്പനിയാണെങ്കിൽ 2.5 ലക്ഷം രൂപയാണ് ഫീസ്. കരാറിൽ വീഴ്ച വരുത്തിയാൽ 15% വരെ പിഴ. നിർമ്മാണം പൂർത്തിയാക്കി 5 വർഷത്തിനകം കെട്ടിടത്തിന് വരുന്ന എല്ലാ തകരാറുകളും നിർമ്മാതാവ് സ്വന്തം ചിലവിൽ 30 ദിവസത്തിനകം പരിഹരിക്കണം. ഭൂമിയുമായി ബന്ധപ്പെട്ട കാരണത്താൽ ഉപഭോക്താവിന് നഷ്ടം നേരിട്ടാൽ നിർമ്മാതാവ് നഷ്ടപരിഹാരം നൽകണം. കരാർ ലംഘനം, അപ്പലേറ്റ് ട്രിബ്യൂണൽ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് 3 വർഷം വരെ തടവും പദ്ധതി തുകയുടെ 10% വരെ പിഴയും നിർമ്മാതാവിന് മേൽ ചുമത്താം. കെട്ടിട നിർമ്മാണ രംഗത്തെ തട്ടിപ്പുകൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന്റെ ചുവടുപിടിച്ചാണ് കേരളവും ചട്ടത്തിന് രൂപം നൽകിയത്. മറ്റ് സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ചട്ടം തയ്യാറാക്കിയിരുന്നെങ്കിലും കേരളത്തിൽ നടപടികൾ വൈകിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.